നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ എക്സാമിന് പാനി എന്ന കവിതയിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം വായിച്ച് എങ്ങനെയാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതുക എന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ചിത്ര ദേഖേ കവിതാസെ സമാൻ ആശയ വാലെ പങ്ക്തിയാം ജോഡേ എന്നുള്ളതാണ് നമുക്കിവിടെ ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. ചിത്ര ദേഖേ എന്ന് പറഞ്ഞാൽ ചിത്രം നോക്കി, കവിതാസെ സമാൻ ആശയവാലി കവിതയിൽ നിന്ന് എന്ത് ചെയ്യണം, സമാനമായ അർത്ഥമുള്ള പങ്ക്തിയാം ജോഡേ വരികൾ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? വെള്ളം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിന് പാനി എന്നാണ് പറയുന്നത്. പിന്നെ എന്താ ഉള്ളത്? ചെറിയ അരുവി കാണാൻ പറ്റുന്നുണ്ട്. അരുവിക്ക് ഝർണ എന്ന് ഹിന്ദിയിൽ പറയും. പിന്നെ നദി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ചെറിയ നദികളുണ്ട്. അപ്പം അതിന് നദിക്ക് ഹിന്ദിയിൽ നദി എന്ന് തന്നെയാണ് പറയുന്നത്. ചെറിയ നദികൾക്ക് നാലേ എന്ന് പറയും. അപ്പം ഈ ചിത്രത്തിന് അനുയോജ്യമായത് ഏതാണെന്ന് നമുക്ക് ഇപ്പോൾ എടുത്തെഴുതാം. അപ്പം ഈ ചിത്രത്തിന് സമാനമായ അർത്ഥമുള്ള വരികൾ ഇതാണ്. പാനി സേ ഹി ബഹത്തെ ജർനെ നദിയാം നാലേ ബഹത്തെ എന്നാണ്. അതായത് വെള്ളം കൊണ്ടാണ് അരുവികളും നദികളും ചെറു നദികളും ഒഴുകുന്നത് എന്നാണ് ഈ വരിയിൽ പറയുന്നത്. അപ്പോൾ എക്സാമിന് ഇങ്ങനെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ വരി കൃത്യമായിട്ട് എടുത്തെഴുതാം. അപ്പോൾ ഇനി നമുക്ക് താഴെ തന്നിട്ടുള്ള ചിത്രം നോക്കി അതിന് സമാനമായ അർത്ഥമുള്ള വരി ഏതാണെന്ന് എടുത്തെഴുതാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ചിത്രത്തിൽ നമുക്ക് വിളകൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നെൽക്കതിരുകളൊക്കെ പച്ച നിറത്തിൽ നല്ല ഭംഗിയായിട്ട് ചിത്രമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ തെങ്ങുണ്ട്, വാഴയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, മരങ്ങളുണ്ട്. അപ്പം അതിനനുയോജ്യമായിട്ടുള്ള വരി ഇപ്പോൾ എടുത്തെഴുതാം. പാനീസി ഫസലി ഉഗ്തി ഹരവൻ ഉപവൻ ഫൽത്ത എന്നുള്ളതാണ് ഈ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള വരി. അതായത് പാനീസേ ഫസലി ഉഗത്തി വെള്ളം കൊണ്ടാണ് വിളകൾ വളരുന്നത്. ഹർവൻ ഉപവൻ ഫൽത്ത എല്ലാ വനങ്ങളും തോട്ടങ്ങളും പുഷ്പിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ്, വെള്ളം കൊണ്ടാണ് നമ്മുടെ ഇവിടെ മരങ്ങളും തോട്ടങ്ങളും ഓരോ വിളകളും ഉണ്ടാകുന്നത് എന്നാണ് ഈ വരിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ചോദ്യം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സും അതേപോലെ എക്സാമിന് വരാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.